ഇനി നമുക്ക് കുടുംബത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 19:5 മുതലുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 19:5 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മളിൽ ധാരാളം പേര് ജോലിക്ക് വേണ്ടി പോകുന്ന ഗൾഫ് രാജ്യങ്ങൾ, കുറേ വർഷങ്ങൾക്ക് മുൻപ് അവരുടെ സ്ഥിതി എന്തായിരുന്നു? നമുക്കിവിടെ 2 കപ്പയെങ്കിലും നടാം. മരുഭൂമിയിൽ എന്താ അവർക്ക് നടാൻ പറ്റുന്നു? പട്ടിണിയും പരിവട്ടവും. അങ്ങിങ്ങായി ഓരോ ഈത്തപ്പന, ഒട്ടകത്തിൻ്റെ പാല്, കടലിൽ പോയി മീൻ പിടിക്കുന്നു. എത്രയോ പേര് പട്ടിണി കിടന്ന ആ മരുഭൂമിയിൽ മരിച്ചു വീണു. പക്ഷെ അവരുടെ കാൽച്ചവിട്ടിൽ നിധി ഉണ്ടായിരുന്നു, എണ്ണ അറിഞ്ഞില്ല. അത് കണ്ടെത്തിയതോടുകൂടി അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയില്ലേ? റോക്കറ്റ് പോലെ കുതിച്ചുയർന്നില്ലേ അവരുടെ സാമ്പത്തിക മേഖലകൾ? ഇതേപോലെയാണ് ഇപ്പം നമ്മൾ കേട്ട വചനം, മത്തായിയുടെ സുവിശേഷം 19:5 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവം യോജിപ്പിച്ചത്. ഏത് നരകതുല്യമായ കുടുംബവും സ്വർഗം പോലെയായി തീരാനുള്ള വചനം അതിനകത്ത് കിടപ്പുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ കാൽച്ചവിട്ടിൽ എണ്ണ കിടന്നതുപോലെ ഇന്ന് നിരാശയും ദുഃഖവും തല്ലും പിടിയുമായിട്ട് കിടക്കുന്ന കുടുംബങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ദൈവവചനം അവിടെയുണ്ട്. അവിടെ ഇതാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചതെന്ന് പറയുമ്പോൾ ദൈവം യോജിപ്പിക്കണം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ദിവസ ക്ലാസ്സിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. ദൈവം യോജിപ്പിക്കണം. ഒപ്പം തന്നെ ദേവാലയത്തിൽ വെച്ച് പുരോഹിതനാണ് ഈ വിവാഹം ആശീർവദിച്ചത് എങ്കിൽ ദൈവമാണ് എനിക്ക് ഈ ജീവിത പങ്കാളി തന്നത് എന്ന സത്യം അംഗീകരിക്കണം. ഉൽപ്പത്തി 2:18 പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇന്ന് പല കുടുംബത്തിലും കല്യാണം കഴിഞ്ഞിട്ടും അവരേകരാണ്. ഭാര്യ ഒരു മുറിയിൽ, ഭർത്താവ് ഒരു മുറിയിൽ, 2 മുറിയിലാണ്. കല്യാണം കഴിഞ്ഞു. തമ്പുരാൻ പറഞ്ഞു എല്ലാം നല്ലതാന്ന് പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്നാ പറഞ്ഞത്. ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ, സ്ത്രീയുടെ സാന്നിധ്യമില്ലാതെ അവന്റെ ജീവിതം, അവളുടെ ജീവിതം 50% ആകുന്നുള്ളൂ. ബാക്കി 50 കൊണ്ട് കൂടുമ്പോഴാണ് പൂർണ്ണതയിലെത്തുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. കല്യാണം കഴിഞ്ഞിട്ടും ചെറിയ വാശിയുടെ പേരിൽ മിണ്ടാതെ നടക്കുക, പിന്നെ അതൊരു ശീലമായി. ഇപ്പം മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മാസങ്ങൾ മിണ്ടാതിരിക്കുക. യന്ത്രം പോലെ ഭക്ഷണം പാകം ചെയ്യും, മേശപ്പുറത്ത് വിളമ്പി വയ്ക്കും, തിന്നിട്ട് പോകും. മൊബൈലോ പത്രമോ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ, ഇവളുടെ ലോകത്തിൽ. മനുഷ്യ ജീവിതം എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ. കുറേ വർഷങ്ങൾ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചു, പിന്നെ ജോലി തേടി കുറേ വർഷങ്ങൾ അങ്ങനെ പോയി. 28-30 ആകുമ്പോഴേക്കാണ് ഒരു കുടുംബജീവിതം പലരും ആരംഭിക്കുന്നത്. ഇനി കുറച്ചൊരു 40-50 ആകുമ്പോഴേക്ക് അവിടെ കുറേ പേര് നിരന്നിപ്പുണ്ട്, പ്രഷറും ഷുഗറും അതും ഇതുമൊക്കെ. അപ്പം ആകെപ്പാടെ ജീവിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 10-20 വർഷമാണ്. ഇത് പിണങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുനീര് കുടിപ്പിച്ചും കുരങ്ങിൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ പിച്ചി ചീന്തി അമ്മാനം പാടാനുള്ളതല്ല ഈ ജീവിതം, ഇത് ജീവിക്കാനുള്ളതാണ്. അപ്പൊ അവിടുന്ന് പറയാണ് ഈ നിധി ആകയാൽ ദൈവം യോജിപ്പിച്ചത്. ഉൽപ്പത്തി 2:18 അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. ഇപ്പൊ തന്നെ ചിലരുടെ ഉള്ളിൽ ചോദ്യം ഉദിച്ച്, ഇതാണോ കർത്താവ് എനിക്ക് ചേർന്ന ഇണ? ജീസസ് യൂത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പെൺകുട്ടി, ഒത്തിരി സമപ്രായക്കാരെ നേർവഴിക്ക് നയിച്ച ഒരു പെൺകുട്ടി, വിവാഹമൊക്കെ അടുത്ത് വന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞത്, നിന്നെ അറിയുന്ന, ദുശീലങ്ങളില്ലാത്ത, സ്നേഹമുള്ള ഒരു ജീവിത പങ്കാളിയെ തരണമെന്നായിരുന്നു പ്രാർത്ഥന. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഭർത്താവ് വരുന്നതിന് മുൻപേ മദ്യത്തിൻ്റെ ഗന്ധമാണ് മുറിയിലേക്ക് വന്നത്. അപ്പോഴും അവൾ വിചാരിച്ചില്ല, കൂട്ടുകാർ സൽക്കരിച്ചതായിരിക്കും, കല്യാണമല്ലേ. പിന്നെ ഞാൻ മനസ്സിലായത് കുടിയനാണെന്ന്. ഇനി അതെങ്ങനെയെങ്കിലും സഹിക്കാമെന്ന് വെച്ചാൽ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. ഇന്നതാ പല കുടുംബത്തിലും പ്രശ്നം അതാ. അവളുടെ വീട്ടിൽ അപ്പൻ ഒരു കട നടത്തുന്നു, ആങ്ങള സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അമ്മ വീട്ടമ്മയാണ്, ഇവൾ കോളേജിൽ പഠിക്കുകയായിരുന്നു. നേരം വെളുത്ത് 4 വഴിക്ക് പോകും. വൈകുന്നേരമാണ് ഒന്നിച്ചു കൂടുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് അവർ വട്ടം കൂടിയിരുന്നൊരു സൊറപറച്ചിലുണ്ട്. കടയിൽ ചില ഫലിതങ്ങൾ അപ്പൻ പറയുമ്പോൾ ബാക്കിയുള്ളൊരു തലകുത്തി മറിഞ്ഞ് ചിരിക്കും. അപ്പോൾ ഓഫീസിലെ ചില ഫലിതങ്ങൾ ആങ്ങള പൊട്ടിക്കും, കോളേജിലെ ചില ഫലിതങ്ങൾ പെങ്ങൾ പറയും. ഇതാ കുടുംബം എന്ന് പറയുന്നു. ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ആർക്കും ഒന്നും പൊതിഞ്ഞു സൂക്ഷിക്കാനുണ്ടായിരിക്കരുത്. ഇതെൻ്റെ ഭർത്താവ് അറിയരുത്, ഇതെൻ്റെ ഭാര്യ അറിയരുത്, ഇതെൻ്റെ പപ്പ അറിയരുത്, ഇതെൻ്റെ മമ്മി അറിയരുത്. ഈ പൊതിക്കകത്താ പിശാച് കയറുന്നു. എവിടെ രഹസ്യങ്ങൾ, ഇതുപോലെ രഹസ്യങ്ങളിൽ വഴിക്ക് പോകുന്നോ ആ വഴിക്കാണ് പിശാച് വേട്ടയാടുന്നത്. അവർക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും, എങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും?
പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ്. ഇതിനെയാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത്. ഇതിന് വലിയ ഡിഗ്രി വേണമെന്നില്ല കേട്ടോ, വലിയ ഏക്കർ സെന്റും കൊട്ടാരവും വേണമെന്നില്ല. അതുണ്ടെങ്കിലും സന്തോഷിക്കാം, ഇല്ലെങ്കിലും സന്തോഷിക്കാം. കാശ്മീരിലെ തണുപ്പ്, മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണെങ്കിൽ ആ തണുപ്പിനൊരു മര്യാദയുണ്ട്. ആഗ്ര, ഡൽഹി തണുപ്പിന് ഒരു മര്യാദയില്ലാത്ത അസ്ഥിക്കുള്ളിലേക്ക് തുളച്ചു കയറും. 2 മാസത്തെ അവധിക്ക് വരിക, ആഗ്രയിൽ ട്രെയിൻ നിർത്തിയിരിക്കുകയാണ് വെള്ളം നിറയ്ക്കാൻ. കമ്പിളി കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ തണുത്ത് വരയ്ക്കുകയാണ് പ്ലാറ്റ്ഫോമിലേക്ക്. ഒരിക്കലും ഇത് മറക്കില്ല. എത്രയോ വർഷങ്ങൾ മുമ്പിലത്തെ കഥയാണ്, മറക്കില്ല എപ്പോഴും. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ച ഒരു കൂടാരം, 4 മനുഷ്യക്കോലങ്ങൾ. ഒരു വശത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭിത്തിയുണ്ട്, ബാക്കി തുറന്നു കിടക്കുക. ഭാര്യയും ഭർത്താവും 2 മക്കളും ഭിക്ഷക്കാരാണ്. പരുത്തി വസ്ത്രം പോലും അവർക്ക് ആവശ്യത്തിനില്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇവരാരോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ ചിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ചിരി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവർ 2 പേരും ചിരി നിർത്താനാണ് കഷ്ടപ്പെടുന്നത്. തറയിൽ തല കൊണ്ട് തല്ലുന്നുണ്ട് ഭർത്താവ്. ഒന്ന് നിയന്ത്രിച്ച് വരുമ്പോഴേക്ക് ഭാര്യ അങ്ങ് തുടങ്ങും. 1 മിനിറ്റ് അല്ല, 2 മിനിറ്റ് അല്ല ചിരി. അപ്പൻ്റെ അമ്മയുടെയും ചിരി കണ്ട് മക്കളും കിടുകിടാ ചിരിക്കാൻ തുടങ്ങി. കുറേ നേരം നോക്കിയിരുന്നപ്പോഴും അബദ്ധം എനിക്കും പറ്റി, എൻ്റെയും പല്ല് വെളിയില്ല. അത് കണ്ടിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് പരിസരബോധം വന്നപ്പോൾ, ദൈവമേ എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ പെട്ടെന്ന് മുമ്പിലിരിക്കുന്നവരെ നോക്കിയപ്പോൾ എനിക്ക് ആശ്വാസമായി. ഈ അബദ്ധം അവർക്കും പറ്റിയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികൾ കരയുമ്പോൾ ഒരു കുഞ്ഞിനെ പപ്പ എടുക്കും, മമ്മി എടുക്കും, ഭക്ഷിക്കുന്നവരുടെ നേരെ കൈ നീട്ടും. ചിലർ ആട്ടി ഓടിക്കും, ചിലർ ഉണങ്ങിയ റൊട്ടി കഷ്ണം കൊടുത്താൽ കൊടുത്തു. അവർക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അനേക തലമുറയ്ക്ക് വേണ്ട സമ്പത്ത് സമ്പാദിച്ചിട്ടും ഇത് സാധിക്കാത്ത കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? പണ്ടാരോ പാടിയില്ലേ, ചെകുത്താൻ കയറിയ വീടത്, ചിലയ്ക്കാത്ത വീടത്. മണിമന്ദിരങ്ങളുണ്ട്. സന്തുഷ്ട ഹൃദയം കെട്ടിപ്പടുക്കാൻ വേണ്ടി 2, 3 ഉള്ളൂ. ഈ 3 ഒന്നിച്ചിരുന്ന് ഒരു ഭക്ഷണയ്ക്ക് മേശയ്ക്ക് ചുറ്റും സന്തോഷത്തോടെ കഴിക്കാനുള്ള സാധ്യത അവിടെ ഇല്ലെങ്കിൽ ആർക്ക് വേണം ഈ കൊട്ടാരം? ആർക്ക് വേണം ഈ ഡോളർ? ആർക്ക് വേണം ഈ ഏക്കർ സെന്റ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സമ്പത്തുണ്ടായിക്കോട്ടെ ഇല്ലായിക്കോട്ടെ, ദരിദ്രരായിക്കോട്ടെ, നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ഇപ്പൊ ബൈബിൾ പറയാണ്, ഈ പെൺകുട്ടി ചെന്ന കുടുംബം എന്ന് പറയുന്നത്, അനുജന്മാർ 2 പേരുണ്ട്. നേരം വെളുക്കുമ്പം പോകും. എവിടെ പോകുന്നു, എപ്പോൾ വരും, ആരോടും പറയാറില്ല, ചോദിക്കാറുമില്ല. ചിലത് രാത്രി 10 മണിക്ക് വരും, ചിലത് 12 മണിക്ക് വരും. ചിലത് അടുക്കളയിൽ പോകും, വേണമെങ്കിൽ എടുത്ത് തിന്നും, ഇല്ലെങ്കിൽ പോയി കിടന്നുറങ്ങും. ഒരു യന്ത്ര മനുഷ്യൻ കട്ടിലിൽ കിടപ്പുണ്ട്. ഇതിനോട് എന്തെങ്കിലും സംസാരിക്കാന്ന് വെച്ചാൽ കൂർക്കമ്പലിയും തുടങ്ങിയിട്ടുണ്ടാവും. അന്ന് വിളി ചോദിച്ചു, കർത്താവേ ഇതാണോ എനിക്ക് ചേർന്ന് വീണ? ചങ്ക് തകർന്നാ ചോദിക്കുന്നു, ഉത്തരവില്ല. അവളുടെ ജീവിതം പാളി. പിന്നെ എത്ര പേരെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എൻ്റെ ജീവിതം കട്ടപ്പോക. വിവാഹമോചനം കിട്ടുകയാണെങ്കിൽ അതായിരുന്നു നല്ലത്. ചാകാനും ചിലപ്പോൾ മനസ്സുണ്ട്. ഇങ്ങനത്തെ ഒരു കുടുംബമായിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇങ്ങനൊരു ഭർത്താവിനെ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇങ്ങനെയൊരു ഭാര്യയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. നമ്മുടെ കേരളം ഇന്ന് ഭാരതത്തിൻ്റെ എല്ലാം കൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. സംസ്കാരം കൊണ്ട്, ഭൂപ്രകൃതി കൊണ്ട്, കാലാവസ്ഥ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, എന്തുകൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളമാണ്. പക്ഷെ ഈ കേരളം ഇന്ന് ഭാരതത്തിൻ്റെ വിവാഹമോചന സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. 1 മണിക്കൂറിൽ 5 വിവാഹമോചന കേസുകളാണ് വരുന്നത്. 1 മണിക്കൂറിൽ 5 വിവാഹമോചന കേസുകൾ. എന്തായിരിക്കും മറ്റുള്ള സ്ഥലത്തില്ലാത്തതുപോലെ? പല കാരണങ്ങളുണ്ട്. ഇന്ന് സഹനത്തിന് വലിയ വിലയൊന്നുമില്ല, ആവശ്യമില്ല കേട്ടോ. സഹനം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പണ്ട് ഭർത്താവ് അധ്വാനിക്കുന്നു, കുടുംബം പോറ്റുന്നു, ഭാര്യ വിധേയപ്പെടുന്നു. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാലും ക്ഷമിക്കും, സഹിക്കും, കാരണം അദ്ദേഹം കഷ്ടപ്പെടുന്നു. ഇന്നൊരു പക്ഷേ ഭർത്താവിനേക്കാൾ ശമ്പളം ഭാര്യയ്ക്കാണ്. അപ്പൊ അവള് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാവും പറയുന്നത് കേൾക്കണം, അടിമയായിട്ട് ജീവിക്കണോ? ഉള്ളിലൊരു അഹം വരികയാണ്. ഈ അഹം വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകും. അത് അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇങ്ങനെ പ്രവണത ഇന്ന് കടന്നു വന്നിരിക്കുക. പിന്നെ പണ്ട് 6, 7, 8 മക്കളുണ്ടായിരുന്നു. അവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശീലിച്ചു. സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചു. മാതാപിതാക്കളെ എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റില്ല. മൂത്തത് ഇളയതിനെ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്നിപ്പോ 2, 2.5 ഉള്ളൂ, അല്ലെങ്കിൽ 1 ഉള്ളൂ. എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും. ഈ അപ്പൻ്റെ വായിന്ന് ഇതുവരെ മോളെ നല്ലാണ്ട് വിളിച്ചിട്ടില്ല. അവിടെ ചെന്നപ്പോൾ എടീന്ന് വിളിച്ചു. ചങ്ക് തകർന്നു. ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവിടുത്തെ സംസ്കാരം അതാ.
എടീന്ന് വിളിച്ചാൽ തെറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ കുട്ടി ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവിടെ മുതൽ ഇങ്ങനെ ഓരോന്ന് തുടങ്ങുക. ഇനി മതി ജീവിതം, ഇവനില്ലെങ്കിലും എനിക്ക് ജീവിക്കാം, ജോലിയുണ്ട്, വരുമാനമുണ്ട്, എന്തിനാ ഒരുവന്റെ അടിമയായി നിൽക്കുന്നത്? കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ PhD വേണം നിർബന്ധമില്ല, കോടികൾ വേണം നിർബന്ധമില്ല. സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറുണ്ടെങ്കിൽ മാത്രമേ കുടുംബം ഉണ്ടാവൂ. സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറുണ്ടെങ്കിൽ മാത്രമേ കുടുംബം ഉണ്ടാവൂ. അടുത്ത വ്യക്തിയെ മര്യാദ പഠിപ്പിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ ചാട് രാമ എന്ന് പറയുമ്പോൾ ചാടുന്ന ഒരു രാമനാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചിന്തിച്ചാൽ ജന്മത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകില്ല. ഒന്ന് കരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വപ്നം കാണുന്നതിന് 10 പൈസ മുടക്കില്ല കേട്ടോ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഭാര്യ അത് പരിശുദ്ധ കന്യാമറിയത്തെ പോലൊരു സ്ത്രീ ആയിരിക്കണം. ഞാൻ അങ്ങനെ സ്വപ്നം കാണുക. ഈ സഹോദരിയും ചുരുങ്ങിയ പക്ഷം യോസേപ്പ് പിതാവിനെ പോലെയെങ്കിലും ഉള്ളൊരു യുവാവിനെ എനിക്ക് കിട്ടണം. സ്വപ്നം കാണാൻ വല്ല മുടക്കമുണ്ട്. കഷ്ടകാലത്തിന് ഇവന് കിട്ടിയ പെണ്ണിൻ്റെ പേര് മേരി എന്ന്, അതുപോലെ തന്നെ അവൾക്ക് കിട്ടിയ ചെറുപ്പക്കാരൻ്റെ പേര് ജോസഫ് എന്ന്. ഇനി വല്ലതും വേണോ? പേര് ജോസഫ് എന്നാണെങ്കിലും പേര് മേരി എന്നാണെങ്കിലും ഈ കഴുത്തിൽ ഈ സൂത്രം കെട്ടുമ്പോൾ ഈ പൊട്ടൻ ഇത്രയും മനസ്സിലാക്കിയിരിക്കണം, മേരി എന്നാണ് പേരെങ്കിലും നസ്രത്തിലെ മേരി അല്ല ഇത് പാലായിലെ മേരിയാന്ന് ചുരുങ്ങിയ പക്ഷം മനസ്സിലാക്കണം. ഈ മേരിയും മനസ്സിലാക്കണം, നസ്രത്തിലെ ജോസഫ് അല്ല ഇപ്പൊ പുറയിൽ നിൽക്കുന്നത്. എനിക്ക് കുറവുള്ളതുപോലെ ഈ പുറയിൽ നിൽക്കുന്നവനും കുറവുണ്ടാകാം. എനിക്ക് നന്മയുള്ളതുപോലെ പുറയിൽ നിൽക്കുന്നവരിലും നന്മയുണ്ടാകാം. ഇത് രണ്ടുപേരും മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയോ കുടുംബം രക്ഷപ്പെടും. സ്വപ്ന ലോകത്ത് എപ്പോഴും ജീവിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി ഇപ്പോഴും ഭൂമി കാല് തൊട്ടിട്ടില്ല. അപ്പൂപ്പൻ താടി പോലെ സ്വപ്ന ലോകത്ത് മാറിക്കൊണ്ട് നടക്കുക. തമ്പുരാൻ കർത്താവിന് ഏതാണ്ട് 840 കോടി മക്കളുണ്ട് ഈ അപ്പനെ, വല്യപ്പന്. ഇതിനെല്ലാത്തിൻ്റെയും കാര്യം വല്യപ്പൻ നോക്കണം. ഇവന് സ്വപ്നം കാണാം, മാതാവിനെ പോലെ ഒരു ഭാര്യയെ കിട്ടണം, യോസേപ്പിതാൻ സ്വപ്നം കാണാം. പക്ഷെ വല്യപ്പന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യം നോക്കണം. ഒരു മാസം ഇങ്ങനെ മോങ്ങിക്കൊണ്ട് നടന്നു. ഒരിക്കൽ ദൈവം ഇടപെട്ടു. ഒരു വചനം, മോളെ നീ വചനം വായിച്ചിട്ടില്ലേ? ഞാൻ എന്താ എഴുതിയിരിക്കുന്നു? വിളക്ക് കൊളുത്തി കൊണ്ടുവരുന്നത് പറയുടെ കീഴിൽ വെച്ച് മൂടാനല്ല, പീഠത്തിൽ വെക്കാനാണ്. ഇത് എത്ര പ്രാവശ്യം അവൾ വായിച്ച വചനമാണ്. ഇപ്പൊ അവളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൈകൊണ്ട് കുറച്ച് മുളക് പൊടി വാരി നോക്കിക്കേ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷെ കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ വചനം സ്പർശിക്കും. ഇപ്പോൾ അവൾ മുറിവിലാണ്. ആ വചനം പറയാൻ, ഞാൻ വിളക്ക് കൊളുത്തി കൊണ്ടുവരുന്ന പറയുടെ കീഴിൽ വെച്ച് മൂടാനല്ല. മോങ്ങൽ നിർത്തി. എൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് 1000 പേരും മൈക്കും ആവശ്യമില്ല. പറയില്ലേ, എവിടെ നട്ടിരിക്കുന്നു അവിടെ പുഷ്പിക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഒരു ദിവസം ഞാൻ കണ്ടത്, ഒരു 50 അടി ഉയരം കാണും ഒരു മരം, അതിൻ്റെ മുകളിൽ മനോഹരമായ ഒരു ചെടി പൂത്തു നിൽക്കുക. ആരും ഇതിന് വളമിട്ടിട്ടില്ല, ആരും വെള്ളം ഒഴിച്ചിട്ടില്ല. അതിനെ അവിടെയാണ് നട്ടിരിക്കുന്നത്. ക്രൈസ്തവ ജീവിതം അതാണ്. എവിടെ നട്ടിരിക്കുന്നു അവിടെ എനിക്ക് എന്ത് നന്മ ചെയ്യാൻ പറ്റും? എവിടെ നട്ടിരിക്കുന്നു അവിടെ പുഷ്പിക്കുക. ദൈവം നോക്കിയപ്പോൾ കട്ട പിടിച്ച ഇരുട്ട ഒരു കുടുംബത്തിൽ, തമ്പുരാന്റെ മക്കളാ അത്, അപ്പുറത്ത് പ്രകാശിക്കുന്ന ഒരു കുടുംബം. ആ വിളക്കെടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇരുള് നീക്കാമെന്ന് അപ്പൻ, സ്വർഗസ്ഥനായ അപ്പൻ കണ്ടെങ്കിൽ ഈ അപ്പനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അപ്പൊ അവന് ചേർന്ന ഇണ എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉള്ളൊരു ഇണ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ആദ്യമായിട്ട് കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും ഈ ജീവിത പങ്കാളി ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യപടി. കരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആദ്യപടിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്ത പ്രശ്നമുണ്ടെങ്കിൽ അവിടുത്തോട് പറയുക, ദൈവമേ ഇത്രയ്ക്ക് എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നുണ്ട്, പക്ഷെ ഈ മേഖല അങ്ങൊന്ന് ഇടപെടണം. നിശ്ചയമായിട്ടും ദൈവം ഇടപെടും. ചേറ്റുപുഴ എന്ന് പറയുന്നൊരു സഹോദരൻ എഴുമട്ടത്തൊരിക്കൽ ഞാൻ എഴുമട്ടത്ത് ധ്യാനിപ്പിക്കുന്ന സമയമാണ്. ഒരു നാടകകൃത്താണ്, ഒരു കലാകാരനാണ്. അപ്പം മകളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ വീട്ടിൽ വരുമായിരുന്നു. ഈ ടീച്ചറെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു, അതിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന സാധനമല്ല കേട്ടോ. അപ്പം ഈ ടെസി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 100% ഭർത്താവിന് വിശ്വാസം. അവൾ ചിരിച്ചു തള്ളി, കുഴപ്പമില്ലെന്ന്. അങ്ങനെ മകളെ ഡാൻസ് പഠിപ്പിച്ച് ഏറെ താമസിയാതെ ഇപ്പം ഭർത്താവും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇവൾക്ക് സുബോധം ഉണ്ടായത്. അത് ഒരിക്കലും പിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരടുത്തുപോയി. പിന്നീട് വഴി ഇവള് ചരല് കൊണ്ടുവന്ന് തറയിൽ വിരിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ഭർത്താവിന് വേണ്ടി.
അദ്ദേഹം ക്ലബിൽ കുടിയെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ 12-1 മണിക്കാണ് വരുന്നത്. അങ്ങനെ 1 മണിക്ക് ഈ മനുഷ്യൻ വരുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഭാര്യയെ കണ്ടിട്ട് പറയാം, ടെസ്സി നീ വെറുതെ മുട്ടുപൊട്ടിക്കേണ്ട, നിനക്ക് എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നൊരു ഭർത്താവ്. അവൾക്ക് തൂങ്ങാൻ അറിയില്ല എന്നിട്ടാണോ? റെയിൽപാളയത്തിൽ പോയി തല വയ്ക്കാൻ അറിയില്ല എന്നിട്ടാണോ? കുടുംബക്കോടതിയിൽ പോയിട്ട് വിവാഹമോചന കേസ് കൊടുക്കാൻ അറിയില്ല എന്നിട്ടാണോ? ദൈവത്തോടൊരു വാക്ക് കൊടുത്താലും സുഖത്തിലും ദുഃഖത്തിലും മരണം വരെ ഒന്നായിരിക്കും. ഒരു ദിവസം ദൈവം ഉത്തരം കൊടുത്തു. മദ്യപിക്കാനായിട്ട് മദ്യം ഗ്ലാസ്സിലൊഴിച്ചു. ചുണ്ടോട് അടുപ്പിച്ചപ്പോൾ വയർത്ത് കുളിച്ചു. അറ്റേ കാണുന്നൊരു പേടി. അവിടെ നിന്നൊരു വണ്ടിയെടുത്ത് ഓടി വന്നു. ഭാര്യ അവിടെയില്ല. കുരിയച്ചറ അന്ന് ഒരു അൽമായൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ശരിക്ക് വരങ്ങൾ ഉപയോഗിക്കുന്നൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവുമെന്നറിയും. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തല്ലി അലച്ച് കമിഴ്ന്ന് വീണു, രക്ഷിക്കെന്നും പറഞ്ഞു. അങ്ങനെയാണ് ആ വ്യക്തി എഴുമുട്ടത്തെ ധ്യാനിക്കാൻ വരുന്നത്. ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ 200 സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് അയാൾ പോകുന്നത്. അടുത്ത ധ്യാനത്തിന് 200 സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോവുക. എന്നിട്ട് കുരിയച്ചറ, തൃശ്ശൂർ, ഒല്ലൂര് അവിടുന്ന് ടൂറിസ്റ്റ് ബസ് വിളിച്ച് 200 സീറ്റ് ബുക്ക് ചെയ്താൽ 200-ൽ കൂടുതൽ ആൾക്കാരെ കൊണ്ട് വന്നിട്ടുള്ളൂ. ആ ഭാര്യയുടെ ഇങ്ങനെയാണ് കുടുംബം നിലനിൽക്കുന്നത്. തുണിക്കടയിൽ പോയിട്ട്, ചെരുപ്പ് കടയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി തിരഞ്ഞെടുക്കുന്ന പോലെ, ചെരുപ്പ് തിരഞ്ഞെടുക്കുന്ന പോലെ അല്ല. ദൈവം തന്ന ജീവിത പങ്കാളിയെ, ദൈവത്തിന് തെറ്റുപറ്റില്ല, നിന്നിലൂടെ ഇവനെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നിന്റെ ഭീഷണി കൊണ്ടല്ല, കണ്ണുരുട്ട് കൊണ്ടല്ല, മസിൽ പവർ കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ടാണ്. ഒന്ന് കരമുയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരിക്കുന്ന അവസ്ഥയിൽ ജപമാല കയ്യിലെടുത്തു. ഭർത്താവിന് വേണ്ടി, അമ്മായിയപ്പന് വേണ്ടി. ഇവൾ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. ഭർത്താവിൻ്റെ അപ്പനും അമ്മയും തമ്മിൽ സംസാരിച്ച് കണ്ടിട്ടില്ല. ഇതൊരു പുതിയ അറിവാണ്, ഇങ്ങനെയും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത്. അടുത്ത ധ്യാന മന്ദിരത്തിൽ ഭർത്താവിൻ്റെ അനുവാദം കൂടാതെ പേര് കൊടുത്തു. ഒരാഴ്ചയുള്ളപ്പോൾ പറഞ്ഞു, തുള്ളിച്ചാടി ബഹളം വെച്ചു. കൊടുത്തവർ വേണം, ഞാൻ പോകില്ല. അവൾ പ്രതികരിച്ചില്ല. സമയമായാൽ പോകും, ഇല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കാം. ഏതായാലും ബാഗിൽ തുണിയൊക്കെ എടുത്ത് വെച്ച് വന്നു. ഭർത്താവിനെ ധ്യാനത്തിന് വിട്ടിട്ട് അവൾ വീട്ടിലിരുന്ന് റിമോട്ട് എടുത്ത് ഇഷ്ടപുത്രിയും സൂര്യപുത്രിയും ദുഃഖപുത്രിയും അഗ്നിപുത്രിയും കണ്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്. ഒരു നേരത്തെ ആഹാരം വേണ്ടെന്ന് വെച്ച് അവൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. വെടിയുണ്ട പോലെ വചനം ഈ വ്യക്തിയെ സ്പർശിക്കാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും ഭാര്യയോട് സ്നേഹം മാത്രമല്ല തോന്നുന്നു, ബഹുമാനം, ആദരവ്. ദൈവമേ, അവൾ മൂലമാണല്ലോ എനിക്ക് ഭാഗ്യം കിട്ടിയത്. പരിശുദ്ധാത്മാവിനെ തൊട്ടു, ബൈബിൾ വാങ്ങിച്ചു, പാഠ്യപുസ്തകം വാങ്ങിച്ചു, ജപമാല വാങ്ങിച്ചു, അനുജന്മാരെ ധ്യാനത്തിന് വിട്ടു. ഇന്ന് അവൾ വിട്ടിട്ട് പോകുന്ന കുടുംബത്തേക്കാൾ സന്തോഷവും സമാധാനമുള്ള കുടുംബത്തിലാണ് ഇന്ന് അവൾ ജീവിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. വല്ലവിടത്തും വല്ല കുടുംബവും രക്ഷപ്പെട്ടതിന് ഞാൻ എന്തിനാ കൈയടിക്കുന്നത്? എൻ്റെ കുടുംബം രക്ഷപ്പെടട്ടെ, എന്നിട്ട് വേണം ഒന്ന് കൊട്ടാൻ. ഈ മനോഭാവം ആദ്യം മാറേണ്ടത്. ഹല്ലേലൂയ. സന്തോഷിക്കുന്നതിനോട് സന്തോഷിക്കുക. ഒരു കുടുംബം രക്ഷപ്പെട്ടല്ലോ. ഇത് നമുക്ക് പാഠമുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി, അതായി ഇതായി എന്ന് പറഞ്ഞിരുന്നാൽ പ്രതിവിധിയില്ല. ദൈവം ഉണ്ടല്ലോ. അക്കരയ്ക്ക് യേശു പറയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോയിക്കോ. സന്ധ്യയായി. യേശു മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. ശിഷ്യന്മാരെ അക്കരയ്ക്ക് വിട്ടിരിക്കുക. പാദയാത്രയായി കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊടുങ്കാറ്റ്, പ്രകൃതിക്ഷോഭം. ഉണങ്ങിയ ഇലകളെല്ലാം ശബ്ദം ഉണ്ടാക്കി പറക്കുന്നു. വൃക്ഷത്തിൻ്റെ കമ്പെല്ലാം അടർന്നു വീഴുന്നു. പെട്ടെന്ന് പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക പുത്രൻ. ഞാൻ അക്കരയ്ക്ക് അവരെ അയച്ചിട്ടുണ്ട്. ഇപ്പം കടലിലെ സ്ഥിതി വളരെ മോശമായിരിക്കും, അവരെ രക്ഷിക്കണം. അവരാണെങ്കിൽ വടക്ക് നോക്കി യന്ത്രമൊന്നുമില്ല, നക്ഷത്രങ്ങളൊക്കെ നോക്കി ദിശ മനസ്സിലാക്കിയാണ് അവരുടെ പോക്ക്. ആകാശം മുഴുവൻ മേഘാവൃതമായിരിക്കും, എന്ത് ചെയ്യണമെന്നറിയില്ല. 4 വട്ടം കറക്കിയപ്പോഴേക്ക് ഏത് ദിശയിലേക്ക് തുഴയണമെന്നറിയില്ല. ഇനി തുഴയേണ്ട ആവശ്യമൊന്നുമില്ല. തിരമാലകൾ വഞ്ചിയിൽ വന്ന് മുങ്ങിക്കൊണ്ടിരിക്കുക. കൂട്ടം നിലവിളി, അവരൊറ്റയ്ക്കേ ഉള്ളൂ, കൂട്ടം നിലവിളിയ. അപ്പോഴിതാ കർത്താവ് ഇവരെ രക്ഷിക്കാൻ വേണ്ടി കടൽ അലകളുടെ മീതെ നടന്നു വരിക. മത്സ്യത്തൊഴിലാളിയുടെ ഇടയിലൊരു വിശ്വാസമുണ്ട്, കപ്പൽ തകർന്നാൽ, വഞ്ചി തകർന്നാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കടൽ ഭൂതത്തെ കണ്ടാൽ പിന്നെ ആ മുക്കുവൻ ഒരിക്കലും ജീവനോടെ ഇരിക്കില്ല. ഇപ്പൊ പ്രതികൂല സാഹചര്യം, ഇതാ ഭൂതം വരുന്നെന്ന് പറഞ്ഞാൽ പിന്നത്തെ നിലവിളി. ഉടനെ ഈശോ പറഞ്ഞു, ധൈര്യമായിരിക്കുക, ഞാനാണ്. ഇനി ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഇത് ഭൂതത്തിനും പറയാൻ പാടില്ലേ, ധൈര്യമായിരിക്കുക ഞാനാണെന്ന് ഭൂതത്തിനും പറയാൻ പാടില്ലേ? അതുകൊണ്ട് ആദ്യത്തെ മാർപ്പാപ്പ ഒരു അടയാളം ചോദിച്ചു, അങ്ങാണെങ്കിൽ എന്നോടും കൂടി അതുപോലെ നടക്കാൻ കൽപ്പിക്കുക. കാല് താഴുകയാണെങ്കിൽ ഈശോയല്ല, താഴുന്നില്ലെങ്കിൽ ഈശോയാണ്.
വരണ്ട നിലത്തിലൂടെ പത്രോസിലേക്ക് നടന്നു പോവുക. ബാക്കി ശിഷ്യന്മാർ ഇത് കണ്ട് അന്തം വിട്ടിരിക്കുക. നമ്മൾ എത്ര ധ്യാനം കൂടിയാലും എത്ര വചനം പഠിച്ചാലും പ്രസംഗിച്ചാലും മനുഷ്യൻ തന്നെയാണ്. ചില ദുർബല നിമിഷത്തിൽ അവൻ്റെ തനി രൂപം പുറത്തു വരും. ഇപ്പൊ പത്രോസിലെ പച്ചയായ മനുഷ്യൻ രംഗത്ത് വന്നു. മോനെ, നമ്മുടെ ഡോക്ടർ ലൂക്ക ഈ തെറ്റ് ചെയ്യുകയാണെങ്കിൽ സാരമില്ലായിരുന്നു, ചുങ്കക്കാരൻ മത്തായി ചെയ്യുകയാണെങ്കിൽ സാരമില്ല, നീ മത്സ്യത്തൊഴിലാളിയാണ്, നിനക്കറിഞ്ഞുകൂടെ ഇവിടെ കടലിൽ എത്ര ആഴമുണ്ടെന്നൊരു ചിന്ത. പോരാത്തതിന് നോക്ക്, തിരമാല എത്ര കടൽ എത്ര ക്ഷോഭിച്ചിരിക്കുന്നു. ആ തിരമാലകളുടെ ഉയരം നോക്കാൻ പോയപ്പോഴും നമ്മുടെ ആശാൻ താഴെ പോയി. ഒരു ധ്യാനമന്ദിരത്തിനും കൊടുക്കാൻ പറ്റാത്തൊരു ക്ലാസ് പത്രോസിലേക്ക് ആ സമയത്ത് കിട്ടി. എന്തായിരുന്നു ആ ക്ലാസ്? മോനെ, നിന്റെ വഞ്ചി എവിടെ കിടക്കുന്നു? അങ്ങ് അകലെ കിടക്കുന്നു. നീ ഇവിടം വരെ അങ്ങനെ വന്നു. കർത്താവ് വരുമെന്ന് കൽപ്പിച്ചു, ഞാനങ്ങ് പോന്നു. ഇപ്പൊ നീ താഴാൻ കാരണം എന്താണ്? മോനെ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അന്ന് എന്ത് ബാലൻസ് ഉണ്ടായിരുന്നു ബാങ്കിൽ? വല്ലതും ഉണ്ടായിരുന്നോ? ചിലർക്ക് കാണും, ചിലർക്കില്ല. എന്നിട്ട് ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? മക്കളുടെ കല്യാണം നടന്നില്ലേ? പ്രസവം നടന്നില്ലേ? അസുഖം വന്നപ്പോൾ ചികിത്സ നടന്നില്ലേ? വീട് പണി നടന്നില്ലേ? ഇപ്പൊ പിന്നെ നീ എന്താ പിടിവിട്ട് ഈ ആകുലപ്പെടുന്നു? ഇവിടം വരെ നയിച്ച കർത്താവ്, ആ കർത്താവ് മുന്നോട്ടില്ലേ? നിന്റെ വഞ്ചി എവിടെ കിടക്കുന്നു? അതാ അവിടെ കിടക്കുന്നു. ഇന്നിപ്പോ ആൾക്കാര് വയനാട്ടിൽ ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തു. അപ്പൊ മറ്റൊരുത്തൻ മതിലേലെ തേങ്ങ വലിരിക്കുക, അങ്ങോട്ട് മറിയണോ ഇങ്ങോട്ട് മറിയണോ എന്ന്. അപ്പൊ ഒരു തള്ള്, അവനും പോയി ചത്തു. പിറ്റേ ദിവസം ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തു. കടക്കണി ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തു. കടക്കണിയാണെങ്കിൽ അതിനേക്കാൾ കടവുള്ള വ്യക്തി ജീവിച്ചിരിപ്പുണ്ടല്ലോ, അയാൾ ചത്തിട്ടില്ലല്ലോ. കടക്കണിയല്ല, കുടുംബ പ്രശ്നമല്ല ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കാത്തതോ തമ്പുരാന്റെ മുഖത്ത് നോട്ടം മാറ്റിയതോ ആണ് വീഴ്ചയ്ക്ക് കാരണം. കരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. വരൂന്ന് കൽപ്പിച്ചവന്റെ മുഖത്തുനിന്ന് ദൃഷ്ടി മാറ്റിയപ്പോഴാണ് താണത്. എങ്കിൽ പിന്നെ ഇനി എന്താ രക്ഷപ്പെടാൻ വഴി? അവന്റെ തന്നെ മുഖത്തേക്ക് നോക്കുക, കൈ നീട്ടിക്കൊടുക്കുക. കുറച്ച് ഉപ്പുവെള്ളം കുടിച്ചു കാണും, 2 കവൾ ഉപ്പുവെള്ളം ഏതായാലും ചെന്നിട്ടുണ്ട് ആ ഭാഗത്ത്. ഈശോ പറഞ്ഞ അല്പവിശ്വാസി, നീ സംശയിച്ചത് കൈക്ക് പിടിച്ച് കയറ്റി. വിവാഹം എന്ന് പറയുമ്പോൾ ഒരു കൂതാശിയാണ്, ചുമ്മാ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് പോയതല്ലല്ലോ. ഇത് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ആശീർവദിച്ച് വിട്ടതല്ലേ. അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരുമിപ്പിച്ചവനോടല്ലേ പറയേണ്ടത്. അവൻ വരില്ലേ രക്ഷിക്കാനായിട്ട്? ഈ അറിവില്ലായ്മ കൊണ്ടല്ലേ ചിലര് ജീവിതം പാഴാക്കി കളയുന്നത്. പിന്നെ നമുക്കിപ്പോഴും പാരസെറ്റമോൾ കഴിച്ചതുപോലെ കഴിച്ച ഉടനെ അതിൻ്റെ ഉത്തരം കിട്ടണം. ആ സമയമൊക്കെ തമ്പുരാൻ വിട്ടുകൊടുക്കുന്നേ. ഒരിക്കലും ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകില്ല. ദൈവം യോജിപ്പിച്ച കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ 2 പേരും കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഇനി ഒരാൾക്ക് വിശ്വാസം ഉള്ളെങ്കിൽ കുറച്ചുകൂടി താമസം എടുക്കുമായിരിക്കും. കുടുംബത്തിലെ പ്രശ്നത്തിന് പരിഹാരം പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ കാര്യം. അതിനുശേഷം എല്ലാവരുടെ ജീവിതത്തിലുണ്ടെന്നേ ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്, കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്, മഴക്കാലം ഉണ്ടെങ്കിൽ വേനൽക്കാലം ഉണ്ട്. ഇസ്രായേൽ ജനത്തിന് 430 വർഷത്തെ അടിമത്വം കഴിഞ്ഞ് കാനാൻ ദേശത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പിൽ ഒരു മരുഭൂമി ഉണ്ടായിരുന്നു. ഏതൊരു മനുഷ്യനും, ഏത് കോടീശ്വരനും, ഏത് ദരിദ്രനും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിച്ച ജീവിതം 6 അടി മണ്ണിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു മരുഭൂമി കടന്നേ മതിയാവും. പക്ഷേ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം അവരോട് കൂടെ നടന്നത് മരുഭൂമിയിലാണെന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉഗ്രവിഷ സർപ്പമുള്ള ആ മരുഭൂമിയിൽ അവർക്ക് വെളിച്ചം കാണിക്കാൻ വേണ്ടി അഗ്നിസ്തംഭത്തിലും, ഒരു വെയിലിൽ തണലേകാൻ വേണ്ടി അവിടെ മേഘത്തണലിലുമാണ് അവരെ നയിച്ചത്. ഏതെങ്കിലും ഒരു വ്യക്തി, ഭർത്താവ്, ഭാര്യ, സഹോദരങ്ങള്, നാട്ടുകാര് എന്നെ സഹായിക്കാനുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിലും അവരിലൂടെ ദൈവം എന്നെ സഹായിക്കുന്നു. ഇവരെല്ലാവരും കൈ പിൻവലിക്കുമ്പോഴാണ് നേരിട്ട് നമ്മൾ ദൈവത്തിന്റെ ഇടപെടൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ചില ആവശ്യം വന്നപ്പോൾ, മകളുടെ കല്യാണം വന്നപ്പോൾ, വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം വന്നപ്പോൾ, നിങ്ങൾ 100% പ്രതീക്ഷിച്ച നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു ചിലപ്പോൾ കൈ മലർത്തി. പക്ഷെ അവളുടെ പഠനം നടന്നു. എങ്ങനെയാ? ഒട്ടും പ്രതീക്ഷിക്കാത്തടത്ത് നിങ്ങൾക്ക് സഹായം കിട്ടി. ഇതെല്ലാവരുടെ ജീവിതത്തിലുണ്ട് ഈ മരുഭൂമി. ദൈവകൃപയാൽ എൻ്റെ മരുഭൂമി കുട്ടിക്കാലത്തിൽ കടന്നുപോയി. ഞാൻ പറഞ്ഞ പോലെ ദാരിദ്ര്യം അത് മാറി. ഞങ്ങളെല്ലാവരും ഓരോ നിലയിൽ, ഞാനും മിലിറ്ററിയിലായി. ഞങ്ങൾക്ക് ഒരൊറ്റ നിർബന്ധം, ഇനി അമ്മ സങ്കടപ്പെടാൻ പാടില്ല. ഇത്രയും കഷ്ടപ്പെട്ട അമ്മ ഇനി സങ്കടപ്പെടാൻ എന്തും ഞങ്ങൾ ചെയ്യും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി. ഒരിക്കൽ ഞാൻ അവധിക്ക് വന്നപ്പോൾ അമ്മ രഹസ്യത്തിൽ കരയുന്നത് കണ്ടു.
അപ്പോഴെനിക്ക് അതിൻ്റെ കാരണം അറിയണം. ഇപ്പം കരേണ്ട ഒരാവശ്യവുമില്ല. നിർബന്ധിച്ചോ, പറയില്ല. ഞാൻ അരിശപ്പെട്ടു. അപ്പം അമ്മ പറഞ്ഞു, മോനെ നിന്നെ ഓർത്താ കരയുന്നു. ഞാൻ വിചാരിച്ചു പട്ടാളത്തിലല്ലേ, വെടികൊണ്ട് ചത്തുപോകുന്ന കരുതിയായിരിക്കും കരയുന്നു. അപ്പം പറഞ്ഞ, അല്ല മോനെ, നീ വർഷത്തിൽ 2 മാസമല്ലേ നാട്ടിലുള്ളൂ. ഇതിൽ 7-8 ഞായറാഴ്ചയല്ലേ ഉള്ളൂ. ഈ ഞായറാഴ്ചയെങ്കിലും നീ ഒന്ന് പള്ളിയിൽ പോയി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് സാധിക്കാത്തതിൻ്റെ ദുഃഖം എനിക്കുണ്ടെന്ന് അമ്മ പറയുക. മനുഷ്യത്തുള്ളൊരു മകനാണെങ്കിൽ എനിക്കിതിൽ വിശ്വാസം ഇല്ലെങ്കിലും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പള്ളിയിൽ പോകേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ അമ്മയോട് കോപ്പിക്ക് ചെയ്തു ആ കാര്യത്തിൽ. അന്ന് വയനാട്ടിൽ 4-5 കിലോമീറ്ററൊക്കെ നടക്കണം ഒരു പള്ളിയിലെത്തണമെങ്കിൽ. അത് മനോഹരമായ ഗ്രാനൈറ്റ് വിരിച്ച പള്ളിയൊന്നുമല്ല, ചാണകം മെഴുകിയ തറയാണ്. പട്ടിണിയും പരിവട്ടമായിട്ടുള്ള നാട്ടുകാർ കാട്ടിൽ നിന്ന് കമ്പ് വെട്ടി കച്ചി മേഞ്ഞ് ഉള്ള പള്ളിയാണ്. കരണ്ടില്ല. അവിടെ ഒരു മണ്ണെണ്ണ വിളക്കാണ് കത്തുന്നത്. വെള്ളി, ശനി, ഞായർ ഒരു വിധവ 4-5 കിലോമീറ്റർ കണ്ടത്തിൻ്റെ വരമ്പിലൂടെ ചെളി ചവിട്ടി ഈ ചാണകം മെഴിയ തറയിൽ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുകയാണ്. കൊട്ടാരം തരണമേന്നല്ല, പൊന്നും വെള്ളിയും തരണമേന്നല്ല, നീ 6 ആൺമക്കളെ തന്നല്ലോ, ഇവർക്ക് ദൈവവിശ്വാസം കൊടുക്കണമെന്നാ പ്രാർത്ഥന. ഈ 76-ലെ അമ്മ മരിക്കുമ്പോൾ ഒരു സ്വർഗസ്വനായ പിതാവേ എന്ന് ചൊല്ലാൻ ഭക്തിയുള്ള വിശ്വാസമുള്ള ഒരു മകനെ കണ്ട് മരിക്കാൻ അമ്മയ്ക്ക് ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ സങ്കീർത്തനം 56:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 56:8, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. അവിടെ നൊവേനയ്ക്ക് പോയതും ഇവിടെ പ്രാർത്ഥിക്കാൻ പോയതും അവിടെ ധ്യാനം കൂടാൻ പോയതും ഒരുപക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാകില്ല ഏതൊക്കെ പള്ളിയിൽ എപ്പോഴൊക്കെ പോയി. ആലങ്കാരികമായിട്ട് ബൈബിൾ പറയാണ്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ നെടുവീർപ്പുകൾ എൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. രാത്രിയിൽ കരളിൽ തീ കത്തുമ്പോൾ മക്കളെക്കുറിച്ച് വരുന്ന നെടുവീർപ്പ് അതെൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. നിന്റെ കണ്ണുനീർ തുള്ളികൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നമ്മ സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ടാകും. 82-ൽ ധ്യാനം കൂടുന്നു, 84-ൽ ദൈവവേല ചെയ്യാൻ വേണ്ടി വിവാഹ ജീവിതം വേണ്ടെന്ന് വയ്ക്കുന്നു, പട്ടാള ജോലി വേണ്ടെന്ന് വയ്ക്കുന്നു. ഇന്ന് മുതൽ 42 വർഷം പള്ളിയിൽ നിന്നിറങ്ങാതെ വചനം പ്രഘോഷിച്ച് നടക്കുന്നു. ഇതൊരമ്മയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്ക് വേണ്ടിയോ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. എല്ലാം തകർന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, തിരുവചനം പറയാണ്, ദൈവത്തിന്റെ വചനമോ ശക്തിയോ അറിയാത്തോണ്ടാണ് തെറ്റുപറ്റുന്നത്. ദൈവത്തിന്റെ ശക്തി അറിയാത്തതുകൊണ്ട് എൻ്റെ പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കണം. അതിനെന്താ വഴി? വിവാഹമോചനം അല്ലെങ്കിൽ ആത്മഹത്യ. ഈ മണ്ടത്തരമാണ് കുടുംബം തകരാൻ. ദൈവത്തിന്റെ ശക്തി അറിയില്ല. ഇങ്ങനെയുള്ള സമയത്ത് വചനം എന്താ പറയുന്നത് അറിയില്ല. ഇത് രണ്ടും അറിയുമായിരുന്നെങ്കിൽ, എനിക്കറിയില്ല, ഈ 1 മണിക്കൂറിൽ 5 വിവാഹം എല്ലാം ക്രിസ്ത്യാനികളുടെ ഒന്നും അല്ല കേട്ടോ. ക്രിസ്ത്യാനികൾ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു ഇത് അറിയാമായിരുന്നെങ്കിൽ. ഒന്നുകിൽ ദൈവത്തിന്റെ ശക്തി അറിയണം, അല്ലെങ്കിൽ ഇതിൽ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത് ഇതറിയാമെങ്കിൽ അറിയുന്നവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. ടെസിക്കത് അറിയായിരുന്നു, ദൈവത്തിന്റെ വചനം അറിയായിരുന്നു, ശക്തി അറിയായിരുന്നു. ഭർത്താവ് കൺമുമ്പിൽ അന്യ സ്ത്രീയോട് കൂടെ വിലസി നടക്കുമ്പോൾ, ഒരു സ്റ്റെപ്പിനിയായിട്ട് മറ്റൊരു സ്ത്രീയെ കൊണ്ട് നടക്കുമ്പോൾ അവൾ ചാവാൻ പോയില്ല. ദൈവത്തിന്റെ വചനം അറിയായിരുന്നു, ശക്തി അറിയായിരുന്നു. ഹല്ലേലൂയ.